നമസ്കാരം. യോഗാചാര്യ ശ്രീകണ്ഠൻ നായർ, ആത്മദർശൻ യോഗ സേവാ സമിതി, തിരുവനന്തപുരം. യോഗ അധ്യാപകർ സാധാരണഗതിയിൽ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ പഠിതാക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്ന രണ്ട് സംശയങ്ങളാണ്. ഒന്ന്, ഒരു ദിവസം എന്തൊക്കെ യോഗാസനങ്ങൾ ചെയ്യണം, ഒരു ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം, വ്യത്യസ്തമായ കുറച്ചേറെ യോഗ പോസ്റ്റേഴ്സ്, ആസനങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവയിൽ ഏതൊക്കെയാണ് ഒരു ദിവസം ചെയ്യേണ്ടത്? എല്ലാം ചെയ്യാൻ സമയം കിട്ടില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് സാധാരണഗതിയിൽ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്, പഠിക്കുന്ന സമയത്ത് ബ്രീത്തിങ് തെറ്റിപ്പോയാൽ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമുണ്ടോ? അതൊരു സംശയമാണ്. സ്വാഭാവികമായി തന്നെ ചോദിക്കുന്ന സംശയങ്ങളും ആണിത്, തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? ഒരു യോഗ അധ്യാപകൻ അല്ലെങ്കിൽ യോഗ ടീച്ചർ എന്നുള്ള നിലയിൽ അവരെ തൃപ്തികരമായി എങ്ങനെ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോയിൽ കൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഒരുപാട് യോഗാസനങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് 4 വിധത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നിൽക്കുന്ന സംവിധാനം, ഇരിക്കുന്നത്, കമഴ്ന്ന് കിടക്കുന്നത്, മലർന്ന് കിടക്കുന്നത്. നമുക്കറിയാം. അപ്പോൾ സ്റ്റാൻഡിങ് പോസ്റ്റേഴ്സ് ഉണ്ട്, സിറ്റിംഗ് പോസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോൺ പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമഴ്ന്ന് കിടക്കുന്ന, സുപ്പൈൻ പോസ്റ്റേഴ്സ് മലർന്ന് കിടക്കുന്ന. അപ്പോൾ ഈ വിധത്തിൽ 4 വിധത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതി നമ്മൾ സ്ഥിതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഏതാണ്ട് 6 വിധത്തിൽ പ്രാക്ടീസ് ചെയ്യാം. മുകളിലേക്കുള്ള വലിവ്, നമ്മൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സർസൈസ്, അപ്വേർഡ് സ്ട്രെച്ചിങ്. അതുപോലെ വശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത്, ലാറ്ററൽ സ്ട്രെച്ചിങ് എക്സർസൈസുകൾ, വശങ്ങളിലേക്കുള്ള ചലനം. ഫോർവേഡ് ബെൻഡിങ്, മുമ്പിലേക്ക് കുനിയുന്ന വിധത്തിലുള്ള എക്സർസൈസുകളുണ്ട്. ബാക്ക്വേർഡ് സ്ട്രെച്ചിങ് എക്സർസൈസ്, ദെൻ ട്വിസ്റ്റിംഗ് എക്സർസൈസ് ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ബാലൻസ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, ബാലൻസിങ് എക്സർസൈസുകളുണ്ട്. അപ്പോൾ അപ്വേർഡ് സ്ട്രെച്ചിങ്, ലാറ്ററൽ സ്ട്രെച്ചിങ്, ഫോർവേഡ് ബെൻഡിങ്, ബാക്ക്വേർഡ് സ്ട്രെച്ചിങ്, ട്വിസ്റ്റിംഗ് എക്സർസൈസ്, ബാലൻസിങ് എക്സർസൈസ്. ഈ വിധത്തിൽ 6 വിധത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട്, മൂവ്മെൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ നമുക്ക് അപ്വേർഡ് സ്ട്രെച്ചിങ് ആണെങ്കിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അപ്വേർഡ് സ്ട്രെച്ചിങ് എക്സർസൈസുകളുണ്ട്. ഊർധ്വഹസ്താസനം അഥവാ താലാസനം അല്ലെങ്കിൽ താടാസനം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള എക്സർസൈസ് ഉണ്ട്. ഇരുന്നുകൊണ്ട് നമുക്ക് അതുമാതിരി തന്നെ മുകളിലേക്ക് കൈ സ്ട്രെച്ച് ചെയ്യുന്ന വിധത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് ശശാങ്കാസനമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അത് ഊർധ്വഹസ്താസനത്തിലേക്ക് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. കിടന്നുകൊണ്ട് യഷ്ടികാസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുപ്ത ഊർധ്വഹസ്താസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മുകളിലേക്ക് ഒരു സ്ട്രെച്ചിങ് കൊടുക്കുന്ന എക്സർസൈസുകളാണ്. അപ്പോൾ ബാക്കിയുള്ള എക്സർസൈസിൻ്റെ പേരുകൾ ഞാൻ പറയുന്നില്ല, പോസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ആസനങ്ങളുടെ പേരുകൾ ഞാൻ പറയുന്നില്ല. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ചിട്ട്, പൊസിഷൻസ് അനുസരിച്ചിട്ട് 4 വിധത്തിൽ പ്രധാനമായിട്ടും ശരീരത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട്, മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് 6 വിധത്തിലുള്ള ചലനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട് എല്ലാം ആവാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഈ 6 വിധത്തിലുള്ള മൂവ്മെൻറ്റ് വരുന്ന അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള എക്സർസൈസുകൾ തിരഞ്ഞെടുത്തോളൂ എന്ന് നമ്മൾ പറയുന്നതായിരിക്കും ഉചിതം. അല്ലാതെ നമ്മൾ
നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ദിവസങ്ങളിൽ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് ചിലപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അതാകെ ഒരു കൺഫ്യൂഷനാവും. ഇതല്ല, ഇത് വളരെ സിമ്പിൾ. അത് മാത്രമല്ല അതൊരു പെർമനൻ്റ് രീതിയാണ്. അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ചിന്തകൾ അതിലേക്ക് വരും. ഏതെല്ലാം ചെയ്യണം, ഏതെല്ലാം ചെയ്യണ്ട. എന്ന് പറയേണ്ടത് ചില കോമ്പിനേഷൻ എക്സർസൈസുകൾ, ചില കോംപ്ലിമെൻ്ററി സപ്പോർട്ടിങ് എക്സർസൈസുകൾ കൂടെ ചെയ്യുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന് മുമ്പിലോട്ട് കുനിയുന്ന എക്സർസൈസ് ചെയ്താൽ അതിന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ പുറകിലേക്ക് വളയുന്ന എക്സർസൈസും കൂടെ ചെയ്യണം. ഇടതുവശത്തേക്ക് ചലിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ അത് വലതുവശത്തേക്ക്, അത് ലാറ്ററൽ സ്ട്രെച്ചിങ് ആയിരുന്നാലും ശരി, ട്വിസ്റ്റിംഗ് ആയിരുന്നാലും ശരി, അതിൻ്റെ മറുവശത്തേക്കും കൂടി ചെയ്യണം. ആ രീതിയിൽ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട്, ശരീരത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കുറച്ച് എക്സർസൈസുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിരുന്നാൽ ഇതായിരിക്കും ഉചിതം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രീതിങ്. തീർച്ചയായിട്ടും ബ്രീതിങ്ങിന് വളരെയധികം പ്രാധാന്യം യോഗയ്ക്ക് അകത്തുണ്ട്. യോഗ സംവിധാനത്തിനകത്ത് ബ്രീതിങ്ങിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് നമ്മുടെ ഒരു ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ ലെവലിലുള്ള ഇമ്പ്രൂവ്മെൻറ്റിനാണെങ്കിലും വേണം, അല്ല ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അത് വേണം. ചലേവാദേ ചലം നിശ്ചലം നിശ്ചലം ഭവേത് യോഗിം സ്ഥാണുമാപ്നോതി തതോ വായും നിരോധയേത് എന്നാണ് ഒരു പ്രമാണം. പ്രാണായാമത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ കുറേ വിശദമായിട്ടുള്ള വിവരങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ ചലേവാദേ ചലം നിശ്ചലം നിശ്ചലം ഭവേത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കനുസരിച്ചിട്ട് മനസ്സിൻ്റെ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാവും. മനസ്സിൻ്റെ ഫ്ലിക്കറിങ് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഫ്ലിക്കറിങ് അനുസരിച്ചിട്ട് ശ്വാസഗതിയിൽ ഫ്ലിക്കറിങ് ഉണ്ടാവും, ഓസിലേഷൻ ഉണ്ടാവും. നമ്മൾ ഇമോഷണലി വളരെ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ശാരീരികമായ കഠിനമായ അധ്വാനം ചെയ്തിരുന്നാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ബ്രീത്തിങ് പാറ്റേൺസ് വ്യത്യാസപ്പെടുത്തും. തതോ സ്ഥാണുമാപ്നോതി, സ്ഥാണു എന്ന് പറഞ്ഞിരുന്നാൽ ഒരു നേർ കമ്പി അല്ലെങ്കിൽ നൂല് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അത് എടുക്കുന്നത്. അതുമാതിരി മനസ്സിനെ സ്റ്റഡിയാക്കാൻ വേണ്ടിയിട്ട് യോഗികൾ അനുവർത്തിക്കുന്ന ഒരു മെത്തേഡാണ് വായുവും നിരോധയേത്. വായുവിനെ നിയന്ത്രിച്ചിട്ട്, ശ്വാസത്തിന് ഗതിയെ നിയന്ത്രിച്ചിട്ട്. അതുപോലെ തന്നെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രാണഹ ആയാമഹ പ്രാണായാമം. പ്രാണൻ്റെ റെഗുലേഷനാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. ആയാമത്തിന് റെഗുലേഷൻ, എക്സ്പാൻഷൻ എന്നുള്ളൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇവിടെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിങ്ങിന് നമ്മൾ അധികമായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് ആകെ കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം തന്നെ വരുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല ശാരീരികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്, ശാരീരികമായ അധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും നമ്മൾ ഈ ശ്വാസത്തിൻ്റെ ഗതിയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ നന്നായിട്ട് അലക്കുമ്പോൾ, അല്ലെങ്കിൽ കിണറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ, അങ്ങനെ ശാരീരികമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് യോഗയുടെ മൂവ്മെൻറ്റ് പോലെ തന്നെ. അവിടങ്ങളിൽ നമുക്ക് ശ്വാസഗതി തെറ്റിപ്പോയി എന്ന് കരുതിയിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. യോഗയിൽ പ്രധാനമായിട്ട് ഇത് നമ്മുടെ അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മളെ ഫോക്കസിങ് മെത്തേഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശ്വാസം മീൻസ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാണശക്തി, ജീവശക്തി, അതിനെ ശരിയായ വിധത്തിൽ ശരീരത്തിന് പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ ഭാവിയിൽ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു അടിസ്ഥാന പ്രമാണമായിട്ട് ഒക്കെയാണ് നമ്മൾ ബ്രീത്തിങ്ങിനും കൂടെ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലെല്ലാം ബ്രീത്തിങ്ങിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തുടക്കത്തിൽ നമ്മൾ ഒരു ആരംഭക്കാരൻ എന്നുള്ള നിലയിൽ യോഗ പഠിച്ച് തുടങ്ങുമ്പോൾ ചെറിയ തെറ്റുകൾ വന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരെ ഭയപ്പെടുത്തുകയും വേണ്ട. ക്രമേണ കൊണ്ട് അത് ആ ഒരു ശ്രദ്ധ ബ്രീതിങ്ങിലേക്കും കൂടി വരിക. എവിടെയാണോ മനസ്സ് സഞ്ചരിക്കുന്നത് അവിടെ പ്രാണൻ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഈവൻ നമ്മൾ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പം പോലും എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഉള്ള ചില സൂചനകളും ഉണ്ട്, അല്ലെങ്കിൽ ചില നിയമങ്ങളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. യോഗ നമ്മൾ രണ്ട് വിധത്തിലാണ് അതിൻ്റെ ശ്വാസക്രമീകരണത്തിൽ ചെയ്യുന്നത്. ഒന്ന് ശ്വാസം എടുത്തുകൊണ്ടും രണ്ടാമത് ശ്വാസം വിട്ടുകൊണ്ടും. ഈ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ പരിശീലനം ചെയ്യുന്നത്. യോഗയിൽ അധികം നിങ്ങൾ കേൾക്കിട്ടിട്ടില്ലാത്ത രണ്ട് പദങ്ങളെ ഞാൻ പറയാം. ലംഘന പദ്ധതി എന്നും ബ്രഹ്മണ പദ്ധതി എന്നും പറയുന്ന രണ്ട് മെത്തേഡാണ് ഇത്. ഇതിനകത്ത് വേറെ വിശേഷം ഒന്നുമില്ല, നമ്മൾ ഈ ചെയ്യുന്നത് തന്നെയാണ്. ലംഘന പദ്ധതി അല്ലെങ്കിൽ ലംഘന ശ്വസന പരിശീലനം അല്ലെങ്കിൽ ലംഘന ക്രിയയോടുകൂടി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ടെക്നിക്കൽ ടേമാണത്. അതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അത് രേചക പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ ശ്വാസം വിടുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു യോഗ സംവിധാനങ്ങളാണ്. അത് പല യോഗാസനങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പേര് പറയുന്നില്ല എന്നോ അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രേചക പ്രാധാന്യം ഉള്ളത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തത നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യുന്നതാണ്. മനസ്സിൻ്റെ ഒരു ശാന്തതയ്ക്ക് പ്രാധാന്യം കിട്ടുന്നതാണ് ഈ ലംഘനക്രിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലംഘന പദ്ധതി എന്ന് പറയുന്നത്. സോ റിലാക്സേഷൻ വളരെ നല്ലതാണത്. നമ്മുടെ BP ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. പൊതുവിൽ നമുക്കൊരു ശാന്തത അല്ലെങ്കിൽ സ്വസ്ഥത നമുക്ക് ലഭിക്കാനായിട്ട് ലംഘന പദ്ധതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സന്ദർഭം വരുമ്പോൾ. ഇത് കൂടുതലും യോഗ തെറാപ്പിയായിട്ട് കൂടെ ബന്ധപ്പെട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു യോഗ ട്രെയിനിങ് കോഴ്സുകളുടെ ഇടയിലൊന്നും ഈ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു കാംനെസ് വേണമെങ്കിൽ നമ്മൾ ലംഘന പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പഠിപ്പിക്കുക. മാത്രമല്ല ഈ ഒബിസിറ്റി മീൻസ് ബോഡിയുടെ വെയ്റ്റ് ഗെയിനിങ് എന്ന് പറയും. അത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള വെയ്റ്റ് ഗെയിനിങ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈ ലംഘനക്രിയ നമ്മൾ ഉപയോഗിക്കും. ലംഘന പദ്ധതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിട്ട്, അല്ലെങ്കിൽ എക്സലേഷന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളത് പരിശീലിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ, കാരണം എന്ന് പറഞ്ഞാൽ അതൊരു സൂത്തിങ് എഫക്റ്റാണ്, റിലാക്സേഷൻ കിട്ടുന്ന സംവിധാനമാണ്. അപ്പോൾ ഇവരുടെ സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ ആഹാര ക്രമീകരണത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ രീതിയിൽ അവർക്ക് അങ്ങനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കത് സാധിക്കും. അത് ലംഘനക്രിയയിലാണെങ്കിൽ. അതേസമയം ബ്രഹ്മണക്രിയ ആണെങ്കിൽ ശരീരത്തിൻ്റെ ബ്രഹ്മണം മീൻസ് സംസ്കൃത വേർഡിൽ എക്സ്പാൻഷൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ നമ്മൾ പൂരക പ്രാധാന്യമുള്ളതാണ് ചെയ്യുന്നത്. അതായത് ഇൻഹേലേഷന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൂടുതൽ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ നറിഷ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും, പൂരക പ്രാധാന്യമാണെങ്കിൽ. അതുപോലെ പൊതുവിലുള്ള ശാരീരികമാണെങ്കിലും മെൻ്റലായിട്ടുള്ള ആക്ടിവിറ്റീസിന് നമ്മളെ സഹായിക്കും പൊതുവിൽ. മാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചയാപചയങ്ങൾ നമ്മൾ പറയും, അല്ലെങ്കിൽ മെറ്റബോളിസം. ആ മെറ്റബോളിസത്തിന് അത് കുറച്ചുകൂടെ ഒന്ന് ഇൻവിഗറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തും. അപ്പോൾ ആ തലത്തിലൊക്കെ ഈ ബ്രഹ്മണ രീതി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പൂരക പ്രാധാന്യമുള്ള യോഗ എക്സർസൈസുകൾ നമുക്ക് സഹായിക്കും. ഇപ്പോൾ നമ്മൾ വളരെ ലളിതമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉഷ്ട്രാസനം, ഭുജംഗാസനം, ചെസ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന യോഗ എക്സർസൈസുകൾ മിക്കവാറും എല്ലാം തന്നെ നമ്മൾ പൂരക പ്രാധാന്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ പൊതുവിൽ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംവിധാനമാണ്. അമിത വണ്ണമുള്ള ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവർ ബ്രിങ്ങട രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിന് അതൊന്നുകൂടെ ഒന്ന് കൂട്ടും. അപ്പം ദഹനക്രിയ വളരെ പെട്ടെന്ന് നടക്കും എന്നർത്ഥം. ശരീരം അത് ആഗിരണം ചെയ്തോളും എന്നർത്ഥം, അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരീരത്തിനകത്ത് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പ്രവണത കുറയും.
ആ രീതിയിൽ അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ്. മാത്രമല്ല കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള യോഗയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സൂക്ഷ്മ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ഒബിസിറ്റി ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പ്രാണായാമത്തിനകത്ത്, ട്രഡീഷണൽ പ്രാണായാമത്തിനകത്ത് നമ്മൾ അതിൻ്റെ ഒരു റേഷ്യോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ലെവലിലാണ്. ഞാൻ ബിഗിനർ ലെവലിലല്ല ഞാൻ പറയുന്നത്, കുറെ കൂടെ മീഡിയം ലെവലിലല്ല, കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ 1:4:2:2 എന്നുള്ള നിലയ്ക്കാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു കൗണ്ടിൽ ശ്വാസം ഉള്ളിലെടുക്കുകയാണെങ്കിൽ 4 കൗണ്ട് ശ്വാസം ഉള്ളിൽ നിർത്തുക, അന്തർകുംഭകം ഉള്ളിൽ റിട്ടൻഷൻ ചെയ്യുക, 2 കൗണ്ടിൽ ശ്വാസം പുറത്ത് വിടുക. അപ്പോൾ ഇൻഹേലേഷൻ 2 കൗണ്ട്, 1 കൗണ്ട്, 4 കൗണ്ട് ശ്വാസം ഉള്ളിൽ നിർത്തുന്നു, 2 കൗണ്ടിൽ ശ്വാസം പുറത്ത് വിടുന്നു. ആ 2 കൗണ്ട് ശ്വാസം നമ്മൾ പുറമേ നിർത്തുക, ബാഹ്യകുംഭകം. അതുകൊണ്ടാണ് ഇതിനെ 1:4:2:2 എന്ന് പറയും. ഇതൊന്നും നമ്മൾ ബീനിങ്ങിൽ പഠിപ്പിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതേസമയം നമ്മൾ ബ്രഹ്മണ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റും. അതായത് 8 കൗണ്ട് ശ്വാസം നമ്മൾ ഉള്ളിലെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊരു നമ്മൾ 4 കൗണ്ടിൽ, അതായത് 2 കൗണ്ട് ശ്വാസം ഉള്ളിലെടുത്താൽ 1 കൗണ്ട് ശ്വാസം ഉള്ളിൽ നിർത്തും, 2 കൗണ്ട് ശ്വാസം പുറത്ത് വിടും, 1 കൗണ്ട് ശ്വാസം പുറത്ത് നിർത്തും. ദാറ്റ് മീൻസ് ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിന് പറഞ്ഞാൽ 8:4:8:4 എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇൻഹേലേഷനാണ് എന്നർത്ഥം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. അത് ബ്രഹ്മണ രീതി. അപ്പോൾ 2 പുതിയ വാക്കുകൾ നമുക്കിപ്പോൾ ഒരു യോഗ അധ്യാപകർ എന്നുള്ള നിലയിൽ നമ്മുടെ മെമ്മറിയിൽ വരാൻ സാധിക്കും. ദാറ്റ് ഈസ് ലംഘനക്രിയ അല്ലെങ്കിൽ ലംഘന പദ്ധതി, രണ്ടാമത് ബ്രഹ്മണ പദ്ധതി, ബ്രഹ്മണ ബ്രീത്തിങ് പദ്ധതി. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. പലരും പലതരത്തിൽ അതിനെ സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് ഈ യോഗ ടീച്ചർമാരുടെ ഇടയിൽ നിലവിലുള്ള വാക്കുകളാണ്. പ്രത്യേകിച്ചും എൻ്റെ അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. സാധാരണ യോഗ കോഴ്സുകളുടെ ഇടയിൽ ഇത് ഈ പേരുകൾ കേൾക്കാറില്ല. അപ്പോൾ സാമാന്യമായിട്ട് ഒരു യോഗ അധ്യാപകർ അറിഞ്ഞിരിക്കേണ്ട ഈ 2 രീതികളാണ്. ഒന്ന്, ഏതൊക്കെ യോഗാസനങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തന്നെ നമ്മളൊരു ചാൻസ് കൊടുക്കുന്നു, അതിനകത്ത് അവർക്ക് വേണ്ടുന്നുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നു. രണ്ടാമത്, ബ്രീത്തിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ നല്ല രീതിയിൽ ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക, തുടക്കക്കാർ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക. ഇതിന് 2നും എൻ്റെ ഈ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ 8848977396 ഇതെൻ്റെ വാട്സപ്പിൻ്റെ നമ്പറാണ്. അതേസമയം എന്നെ വിളിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ എന്നെ വിളിക്കുന്ന നമ്പറാണെങ്കിൽ 9447151888. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വിവരങ്ങളും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നമസ്കാരം.